പ്രാർത്ഥിക്കുവാനും ദൈവവചനം വായിക്കാനും ഒരു ദിവസം ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സ് നിങ്ങൾ മാറ്റി വെച്ചാൽ 100% നിങ്ങളുടെ ജീവിതം എന്താണെന്ന് ഈ വേദപുസ്തകം നിങ്ങൾക്ക് കാണിച്ചു തരും. ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ദൈവത്തിന്റെ കയ്യിൽ, യേശുവിന്റെ കയ്യിൽ സമർപ്പിച്ചാൽ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് അവൻ നിങ്ങൾക്ക് വേണ്ടി ഹാൻഡിൽ ചെയ്യും. നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ പഠിത്തം, പരിശുദ്ധാത്മാവെ ഞാൻ എന്താണ് പഠിക്കേണ്ടത്, പരിശുദ്ധാത്മാവെ എന്നെ പഠിക്കാൻ സഹായിക്കണമേ, എനിക്ക് കുറച്ചുകൂടെ മെമ്മറി തരണേ, എൻ്റെ ദൈവമേ ഈ വിഷയം എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല, എന്നെ ഇതിനകത്ത് ഹെൽപ്പ് ചെയ്യണേ എന്ന് നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ, ആ പ്രശ്നം, ആ ആവശ്യം നിങ്ങൾ ദൈവത്തോട് പറയുകയാണെങ്കിൽ, നിങ്ങൾ വെളിച്ചത്തിലേക്ക് ഓടി ചെല്ലുകയാണെങ്കിൽ ആ ഇരുട്ട് നിങ്ങളെ വിട്ടുപോയിരിക്കും. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു തലമുറയാണ് നിങ്ങൾ ഓരോരുത്തരും. യു ആർ ദ ചോസൻ ജനറേഷൻ. ഹല്ലേലൂയ. ആ ജനറേഷന്റെ പ്രത്യേകത അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വന്നവരാണ്. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കുകയാണ്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്ന അന്ധകാരം? ഡാർക്ക്നെസ്. ഈ ഭൂമി അന്ധകാരത്തിൽ കിടക്കുകയാണ്. നമുക്കറിയാം, നമുക്ക് നമ്മളെ ഇരുട്ടത്ത് കാണാൻ പറ്റത്തില്ല. നമ്മുടെ മുമ്പിൽ നമ്മൾ നിൽക്കുന്ന മുറിയിൽ ഇരുട്ടാണെങ്കിൽ നമ്മുടെ റൂമിൽ നിൽക്കുന്ന ആളിനെ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇരുട്ട് കയറിയാൽ എല്ലാം ബ്ലാങ്ക് ആയിരിക്കും, നമ്മൾ ബ്ലൈൻഡ് ആയിരിക്കും. യു അണ്ടർസ്റ്റാൻഡ് മീ? നമുക്കൊന്നും മനസ്സിലാകത്തില്ല. ഒരു റൂമിനകത്ത് ഒരു ടേബിളിൻ്റെ മേളിൽ നല്ല ഫുഡ് നിരത്തി വെച്ചിട്ടുണ്ട്, നല്ല കാര്യങ്ങളെല്ലാം അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ ആ റൂം മുഴുവൻ ഇരുട്ടാണെങ്കിൽ അവിടെ ഫുഡുണ്ടെന്നോ, അത് നല്ല ഭക്ഷണമാണെന്നോ, അവിടെ വെള്ളം ഇരിപ്പുണ്ടെന്നോ, ഇതൊന്നും എനിക്ക് കാണാൻ പറ്റത്തില്ല. എനിക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇരുട്ടിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. നിങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല, നിങ്ങളുടെ പേരൻസിനെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല, നിങ്ങളുടെ അധ്യാപകരെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. നിങ്ങളെ ഒരു പ്രത്യേക സംവിധാനത്തിനകത്ത് ലോക്ക് ചെയ്തതുപോലെ, ഒറ്റപ്പെട്ടതുപോലെ നിങ്ങളായിത്തീരുന്ന അവസ്ഥയാണ് ഇരുട്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇരുട്ടിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, ഇരുട്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കും. നമ്മുടെ മുമ്പിൽ ഭയങ്കര ഇരുട്ടാണെങ്കിൽ നമുക്ക് നടക്കാൻ ഒരു ഫ്രീഡം ഉണ്ടാകത്തില്ല. നമ്മുടെ മുമ്പിൽ ഒരു വെളിച്ചം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും. ഇരുട്ടിൻ്റെ പ്രത്യേകത, ഇരുട്ട് നിങ്ങളെ ലോക്ക് ചെയ്ത് കളയും, പലതിനകത്തും നിങ്ങളുടെ ഫ്രീഡം ഇല്ലാതാക്കും. ഈ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ ഫ്രീഡം ഇല്ലാത്ത ഒത്തിരി മേഖലകൾ എവിടെ ലോക്കായി പോയിരിക്കുന്നു. സിൻഫുൾ തിങ്കിങ്ങുകളിൽ, പാപത്തിൽ നിങ്ങൾ ലോക്കായിരിക്കുന്നു. സോഷ്യൽ മീഡിയ അഡിക്ഷനുകൾക്കകത്ത് നിങ്ങൾ ലോക്കായിരിക്കുന്നു. തെറ്റായ റോങ് റിലേഷൻഷിപ്പുകളിൽ നിങ്ങൾ അഡിക്റ്റഡ് ആയിരിക്കുന്നു. പ്രൊണോഗ്രാഫിയിൽ നിങ്ങൾ അഡിക്റ്റഡ് ആയിരിക്കുന്നു, അല്ലെങ്കിൽ അത് ലോക്ക്ഡ് ആയിരിക്കുന്നു. പലതിനകത്തുനിന്നും നിങ്ങൾക്ക് പുറത്തു വരാൻ കഴിയുന്നില്ല. ബാഡ് ഇമാജിനേഷൻസ്, തെറ്റായ ചിന്തകൾ, ദൈവിക കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും എല്ലാം നെഗറ്റീവ് ചിന്തകളാണ് മൈൻഡിനകത്ത് വരുന്നതെല്ലാം. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ ശ്രമിച്ചാൽ പോലും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റാതെ നെഗറ്റീവായ തോട്ട്സുകളാണ് മൈൻഡിലേക്ക് വരുന്നതെല്ലാം. We want to come out. നമുക്കിതിൽ നിന്ന് പുറത്തു വരാൻ കഴിയും. നമ്മൾ ഇതിൽ നിന്ന് പുറത്തു വരണം. എപ്പോഴാണെന്ന് അറിയാമോ? ഒറ്റ കാര്യം സംഭവിച്ചാൽ മതി, വെളിച്ചത്തിലേക്ക് വന്നാൽ മതി. സങ്കീർത്തനം 18 Psalms 18:28 and 29, നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. എൻ്റെ ജീവിതത്തിലെ എല്ലാ ഡാർക്ക്നെസ്സും, എൻ്റെ ജീവിതത്തിലെ എല്ലാ ഇരുട്ടുകളും
എൻ്റെ ദൈവത്തിന് മാറ്റാൻ കഴിയും. ആമേൻ. എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശം ആക്കും. ആമേൻ. അങ്ങനെ എൻ്റെ അന്ധകാരം എൻ്റെ ദൈവമായ യഹോവ പ്രകാശമാക്കുമ്പോൾ 29-ാം വാക്യത്തിൽ ആ മനുഷ്യൻ പറയുന്നു, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ആമേൻ. നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ കഴിയാത്ത, നിങ്ങൾക്ക് ചാടിക്കടക്കാൻ കഴിയാത്ത, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത, നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റുവാൻ കഴിയാത്ത പല വോളുകളും പല മതിലുകളും നിങ്ങളുടെ ചുറ്റുമുണ്ട്. ഹൗ ഐ ക്യാൻ ഓവർകം ദിസ് സിറ്റുവേഷൻ? വേർഡ് 28, നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. ആമേൻ. വെളിച്ചമുള്ള ഒരു സ്ഥലത്ത് നമ്മുടെ കണ്ണാടിയുടെ മുമ്പിൽ നിന്നാൽ നമുക്ക് നമ്മുടെ ഫേസ് കാണാൻ പറ്റും, നമ്മുടെ ഡ്രസ്സ് കാണാൻ പറ്റും, നമുക്ക് നമ്മളെ കാണാൻ പറ്റും. പെട്ടെന്ന് കരണ്ട് പോയാൽ പിന്നെ നമുക്ക് നമ്മളെ കാണാൻ പറ്റത്തില്ല. വെട്ടമുള്ള സ്ഥലത്തോട്ട് ഇങ്ങനെ കയറി 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 നല്ല വെട്ടത്തിലോട്ട് വരുമ്പോൾ കൃത്യമായി കാണാൻ പറ്റും. ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ, ബൈബിൾ വായിക്കുമ്പോൾ, പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, ദൈവവചനം ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ തുടങ്ങും, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ ഞാൻ മാറാനുണ്ട്, ഞാൻ പലതിലും ശരിയാവാനുണ്ട്, പലതിലും ഒരു വ്യത്യാസം ഉണ്ടാകാനുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടാകുന്നത് വെളിച്ചത്തിലേക്ക് വരുമ്പോഴാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുവാനും ദൈവവചനം വായിക്കാനും ഒരു ദിവസം ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സ് നിങ്ങൾ മാറ്റി വെച്ചാൽ 100% നിങ്ങളുടെ ജീവിതം എന്താണെന്ന് ഈ വേദപുസ്തകം നിങ്ങൾക്ക് കാണിച്ചു തരും. നിങ്ങൾക്ക് പലതിനെ കുറിച്ചുള്ള ബോധ്യങ്ങൾ വരും. ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ദൈവത്തിൻ്റെ കയ്യിൽ, യേശുവിൻ്റെ കയ്യിൽ സമർപ്പിച്ചാൽ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് അവൻ നിങ്ങൾക്ക് വേണ്ടി ഹാൻഡിൽ ചെയ്യും. നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ പഠിത്തം, ഹോളി സ്പിരിറ്റ് ഈസ് ആൻ കംഫർട്ടർ. പരിശുദ്ധാത്മാവ് ആശ്വാസപ്രദനാണ്, സകലത്തെയും അറിയുന്നവനാണ്. പരിശുദ്ധാത്മാവെ, ഞാൻ എന്താണ് പഠിക്കേണ്ടത്? പരിശുദ്ധാത്മാവെ, എന്നെ പഠിക്കാൻ സഹായിക്കണമേ, എനിക്ക് കുറച്ചുകൂടെ മെമ്മറി തരണേ. എൻ്റെ ദൈവമേ, ഈ വിഷയം എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല, എന്നെ ഇതിനകത്ത് ഹെൽപ്പ് ചെയ്യണേ എന്ന് നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ, ആ പ്രശ്നം, ആ ആവശ്യം നിങ്ങൾ ദൈവത്തോട് പറയുകയാണെങ്കിൽ, നിങ്ങൾ വെളിച്ചത്തിലേക്ക് ഓടി ചെല്ലുകയാണെങ്കിൽ ആ ഇരുട്ട് നിങ്ങളെ വിട്ടുപോയിരിക്കും.